ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തിൻ്റെ വിശേഷം? ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് പല്ല് വന്നിട്ട് ഇപ്പോൾ കുറേ നാളായി. ഇതുവരെ പല്ലട ഒന്നും വെച്ചിട്ടില്ല. പല്ലടക്ക് ഓൾറെഡി നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അത് മാറിപ്പോവുക ചെയ്തത്. അപ്പം ഇന്നിപ്പോൾ എല്ലാവരും കണ്ടപ്പം പൊന്നൂനും ഉമ്മക്കും ഒരാഗ്രഹം, എന്നാൽ പിന്നെ ഇവരുടെ പല്ലടയും കൂടി ഇന്നാക്കാണ്. അങ്ങനെ പിന്നെ എടിപിടി എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ പല്ലട പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 4 മണി ആകാറായിട്ടുണ്ട് വൈകുന്നേരത്തും. നമ്മൾ പരിപാടി വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 7 മണി ആയപ്പോഴാണ്. അപ്പം നമുക്ക് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്യോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് പെട്ടെന്നൊരു എടുത്തൊരു ഡിസിഷനാണ് വ്ളോഗ് എടുക്കാം എന്നുള്ളത്. അപ്പൊ എന്തായാലും എന്റെ ആഗ്രഹം വ്ളോഗ് എടുക്കണം എന്നാണ്. ഇത് ഫുള്ളാവോ ഇല്ലേന്ന് എനിക്കറിയില്ല. എന്തായാലും ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ. രാവിലെ മുതലേ നല്ല ബിസി ആയതിനെ കൊണ്ട് തന്നെ ഇമ്മ 4 മണിയൊക്കെ ആയപ്പോഴാണ് ചോറുന്നത്. കാരണം എല്ലാ പണി ഒതുക്കിയതിന് ശേഷം ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അതിനുള്ള എല്ലാ ഐറ്റംസും കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ അതിന്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടക്കുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കണം. നമ്മൾ ഇനിയിപ്പോൾ ഇതൊക്കെ സെറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതൊക്കെ സെറ്റാക്കുന്ന സമയത്ത് തന്നെ ഇറ പോയി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പായസത്തിനുള്ള പ്രിപ്പറേഷനിലാണ്. പാലൊക്കെ വെച്ചിട്ടുള്ളൂ. കാരമലൈസ്ഡ് പായസമാണ്. അപ്പോൾ പാലൊക്കെ വെച്ച് സെറ്റ് ആക്കണുള്ളൂ. ഇതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പായസത്തിനുള്ള ടീംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ്. പല്ലടക്കുള്ള അട മൊത്തം ഇങ്ങനെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് പല്ലടക്ക് നമ്മളിവിടെ കോഴിക്കോടിൽ വെക്കുന്ന അട. നമ്മൾ പരിപ്പൊക്കെ വെച്ചിട്ടുള്ള. അപ്പൊ ഇതൊക്കെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പേ എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റില്ല. ഇപ്പഴാ പെട്ടെന്ന് സഡനായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഇപ്പഴാ എടുക്കുന്നത്. നമ്മളെ വീട്ടിൽ പിന്നെ പുതിയ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അനസ്കാക്കൊക്കെ പ്രാവിന്റെ മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിൽ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തൊരു കൂടൊക്കെ അടിച്ച് സെറ്റാക്കി കുറച്ച് പ്രാവിനൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗസ്റ്റൊക്കെ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് സുലാത്തുമ്മ, മാമീൻ്റെ ഉമ്മാണ് പൊന്നാനീത്ത. അവർ പിന്നെ ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് പുറത്തോട്ട്. കോഴിക്കോട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം ഓടിത്തിൻ്റെ റീൻതാത്താണ്. താത്തപ്പോൾ ദുബായിലായതുകൊണ്ട് താത്ത ഇങ്ങനത്തെ പരിപാടിയൊക്കെ നല്ല മിസ് ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ വീഡിയോ കോൾ ചെയ്ത് താൽക്കാലിക സമാധാനം കാണുകയാണ്. അപ്പോൾ ഇവിടാണ് നമ്മള് ഡെക്കറേഷൻസ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാനും റക്കായും കൂടി അതൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ കാണിച്ചു തരാം. ഓക്കെ. നമ്മളെ ഡെക്കറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെലീക്കും റക്കായും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാമിയും സെംതാത്തിയൊക്കെ കൂടി ഇരുന്നിട്ടാണ് ബലൂണൊക്കെ സെറ്റാക്കി കൊടുത്തത്. സെലീക്കാണ് ഇത് ഇത്ര രീതിക്ക് എൻ്റെ മനസ്സിലുള്ള പോലെ സെലീക്കാണ് ഇതിങ്ങനെ ആക്കിയെടുത്തത്. പക്ഷെ ഞാനിതിൻ്റെ ഒരു സൈഡിൽ ഫ്ലവർ കൂടി വേണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ആയില്ല. എന്തായാലും ഞാൻ വിചാരിച്ചാലും അടിപൊളി അയച്ചിട്ടുണ്ട്. ഇങ്ങനെ പരിപാടി ആയാലും കിച്ചണിൽ നല്ല തിരക്കായിരിക്കും. അരിയലും പാത്രം വയ്ക്കലും അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചാലും അടിപൊളി അയച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ മാമന്, ഷെബീർ കാക്ക, സെംതാത്ത, സുൻതാത്ത, അങ്ങനെ മക്കള്, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി കെസിൻ്റെ വീട്ടുകാർ, അങ്ങനെ കുറച്ച് ആൾക്കാരും കൂടി വരാനുള്ളൂ. അപ്പോൾ ഒത്തിരി പിന്നെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മയും മാമനും ഇരയൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫോട്ടോസ് എടുക്കലായി. ഗസ്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പേരും കൂടി വരാനുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് വേണം നമ്മളെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ പല്ലടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണിത്. ഡലമനിയും കാശുമാലയും നമ്മളെ പെൺകുപ്പായും കാച്ചിയും തട്ടും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് കൊച്ചുകളെടുത്ത് ഇനി അടുത്തെടുക്കേ ഞാൻ അതെടുക്കോളേക്കോ. നമ്മളെ വിചാരിച്ച പോലെ തന്നെ തീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എയ്സും സിയൊക്കെ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും. പിന്നെ കേക്ക് വന്നു, പോപ്സിക്കൾ വന്നു, കപ്പ് കേക്ക് വന്നു, ഡോണറ്റ്സ് വന്നു. ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കലും സെറ്റ് ചെയ്യലും എല്ലാ പരിപാടികളുമായി. പിന്നെ അങ്ങോട്ടൊരു തിരക്കിൻ്റെ ടൈമേനും. എനിക്കൊക്കെയോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ആയതിനുണ്ട് അതനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തെടുത്ത്.
കേക്ക് കട്ടയിൽ നല്ല വൃത്തിക്ക് കാണുന്നുണ്ട്. ബാൽക്കണിയിൽ കുറച്ച് ടീംസ് ഒക്കെ കയറി ഇരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും അടിപൊളിയായിരുന്നു പരിപാടി. പിന്നെ തെസിയും ഉമ്മയും പിന്നെ ഷിഫേ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പരിപാടികൾ. പിന്നെ കേക്ക് കട്ടയിൽ കഴിഞ്ഞപ്പോൾ പോപ്സിക്കളും കോണും എല്ലാ സാധനങ്ങളും വീതം വെച്ച് കഴിക്കലും അതൊക്കെ എന്തായാലും പിന്നെ ഗിഫ്റ്റ് കൊടുക്കലും പരിപാടിയിലേക്ക് കടന്നു. അതില് ഫോട്ടോ എടുക്കാൻ ഒന്നും കിട്ടോ? എല്ലാരും ഹോൾഡ് ചെയ്യണമെന്ന്. റെഡി റെഡി റെഡി. ഓക്കെ. ചിരിക്കല